ഖുർആനിലെ ഖവാത്തീമുൽ ബഖറ എന്ന ഒരു ഭാഗമുണ്ട്. ഏതാണ് ഖവാത്തീമുൽ ബഖറ എന്ന് പറയാൻ പറ്റുമോ? ഖവാത്തീമുൽ ബഖറ ഏതാ? വാക്കിനർത്ഥം അറിയുന്ന ആളുകൾക്ക് വേഗം പറയാൻ പറ്റും, അല്ലാത്തവർക്ക് അതൊരു ക്വിസ് ചോദ്യമായി കാണാം. ഖവാത്തീമുൽ ബഖറ ഏതാണ്? കേൾക്കുന്നില്ല? അവസാനത്തായത്ത് ആ വാചകത്തിന്റെ അതിന്റെ അർത്ഥമാണ് പറഞ്ഞല്ലേ, അവസാനത്തായത്ത്. അപ്പൊ ഏതാണെന്ന് പറയണ ഇനി ഏതാ? രണ്ടായത്തുകളുണ്ട് ഖവാത്തീമുൽ ബഖറ എന്ന് പറയുന്ന രണ്ടായത്തുകളെ സംബന്ധിച്ച. നമ്മൾ ഒറ്റ പേരിൽ ഒരു പേരിൽ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അതിന്റെ ആദ്യത്തെ വാക്കുകളാണ് ആ പറയുന്നതും. ആമനർ റസൂൽ. ആമനർ റസൂൽ അറിയാത്ത സ്ത്രീകൾ എത്ര ആൾക്കാർ ഇവിടെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എന്റെ അഭിപ്രായത്തിൽ ഒരു 10 ആളൊക്കെ കൈവന്നിക്കാറുണ്ടാവുള്ളൂ. ആമനർ റസൂൽ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നേ അതിന്റെ ശേഷമുള്ള രണ്ടായത്തുകള്. ആമനർ റസൂല് അറിയാത്തവര് വളരെ ചുരുക്കം ഉണ്ടാവുള്ളൂ. എത്ര ആൾക്കാരുണ്ടാവും ഇവിടെ? ആമനർ റസൂല് അറിയാത്തവരോട് കൈവന്തിക്കാൻ പറയുന്നത് മോശ. ആമനർ റസൂല് അറിയുന്നവർ എത്ര ആൾക്കാരുണ്ട്? സ്ത്രീ പുരുഷ ജനങ്ങളെ കൈവക്കൂ. ആമനർ റസൂൽ അറിയുന്നവർ. എന്നാലേ ഇന്നു മുതൽ അത് മനഃപ്പാഠമാക്കാൻ സമയം കണ്ടെത്തണം. അറിയാത്തവരോടാണ് വിചാരിച്ച് കൈവന്തിച്ചതാ? ആയിക്കോട്ടെ. പിന്നെ ആമനർ റസൂൽ പഠിക്കണം. പ്രവാചകൻ പറഞ്ഞത് മൻ ഖറഅ ഖവാത്തീമൽ ബഖറ ഫീ ലൈലത്തിൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ആ വാചകങ്ങൾ കൃത്യമായി ഓർക്കുന്നില്ല, അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ആമനർ റസൂൽ ഖവാത്തീമുൽ ബഖറ രാത്രിയിൽ പാരായണം ചെയ്യുന്നവന് അത് തന്നെ മതിയെന്ന്. അതുകൊണ്ട് എല്ലാ ദിവസവും രാത്രിയിലെ സുപ്രധാനമായ ഒരു മന്ത്രമാണ് ആമനർ റസൂൽ എന്ന് മനസ്സിലാക്കണം. ജീവിതത്തിൽ നമുക്ക് തടുക്കാൻ കഴിയാത്ത ആകസ്മികമായ അപകടങ്ങളും ദുരിതങ്ങളും വന്നു പെടാനിടയുണ്ട്. അള്ളാഹു കാക്കട്ടെ. അപകട മരണങ്ങളും മാരക രോഗങ്ങളും. എന്താ ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭക്ഷണങ്ങളാണ് നാം കഴിക്കുന്നത് പോലും. എന്താ നമുക്ക് വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്ന രോഗം എന്നറിയില്ല. പെട്ടെന്നായിരിക്കും നമുക്ക് ഇന്ന രോഗമുണ്ട്, ഇന്ന രീതിയിൽ നാം പ്രയാസപ്പെട്ടു എന്നറിയുന്നത്. ഇങ്ങനെയുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ വഴി? ഒരു വഴി ദുനിയാവിൽ ഇപ്പൊ ഇല്ല. അവിടെയുള്ള രക്ഷാമാർഗമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശുദ്ധ ഖുർആനിലൂടെ ഇത് പഠിപ്പിക്കപ്പെടുന്നത്. ആമനർ റസൂലിന്റെ ഓരോ ഭാഗവും പഠിക്കുമ്പോൾ ഒരു പ്രാവശ്യം അർത്ഥം വായിക്കുന്ന ആളുകൾക്ക് ഖുർആനിനോട് ഇഷ്ടമുണ്ടെങ്കിൽ, ജീവിതത്തിൽ ഇഹത്തിലും പരത്തിലും സ്വസ്ഥത ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും അത് മനഃപ്പാഠമാക്കും. അതുകൊണ്ട് ആമനർ റസൂൽ പഠിക്കുക. ഞാൻ ആമനർ റസൂൽ ഒരു പ്രാവശ്യം ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير. لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا لا تؤاخذنا إن نسينا
أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. എത്ര പ്രാധാന്യമുള്ള ഭാഗമാണ്, പ്രാർത്ഥനയാണ്, മന്ത്രമാണ്. പ്രധാനപ്പെട്ട ഭാഗം നോക്ക്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. പടച്ച റബ്ബേ, ഞങ്ങൾക്ക് മറന്നുപോയതിന്റെ പേരിലോ ഞങ്ങൾക്ക് തെറ്റുവന്നതിന്റെ പേരിലോ ഞങ്ങളെ നീ പിടികൂടല്ല, ശിക്ഷിക്കരുത് റബ്ബേ. ആരാ പ്രാർത്ഥിക്കാതിരിക്കുക കൂട്ടരെ? ആർക്കാ പറയാൻ മോഹമില്ലാത്തത്? സുഹൃത്തുക്കളെ, വന്നുപോയ തെറ്റിന്റെ പേരിൽ, മറന്നുപോയതിന്റെ പേരിൽ പടച്ചോനെ എന്നെ നീ പിടികൂടരുത് റഹ്മാനെ ഗഫാറെ. ഈ പ്രാർത്ഥനയാ അമന റസൂലെങ്കിൽ ഇന്ന് മനഃപ്പാഠമാക്കിക്കോ. മനഃപ്പാഠമാകുന്നത് വരെ എഴുതി കയ്യിൽ വെച്ചോ, ഖുർആൻ തലയിണയുടെ അടുത്തു വെച്ചോ, കിടക്കാൻ നേരം പാരായണം ചെയ്തിട്ട് കിടന്നുറങ്ങിക്കോ. മനഃപ്പാഠമാക്കാൻ ശ്രമിക്കണേ കൂട്ടരെ. രണ്ടാമത്തെ പ്രാർത്ഥന എന്താ? റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റാ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബ്ലിനാ. ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾക്ക് നീ നൽകിയതുപോലെ അതിപ്രയാസകരമായ പ്രയാസങ്ങളൊന്നും ഞങ്ങളുടെ മേൽ നീ നൽകല്ല റഹ്മാനേ റബ്ബേ. ഈ പ്രാർത്ഥന പറയാൻ ആഗ്രഹിക്കാത്തവരാരാ ഈ സദസ്സിലുള്ളത്? ആമന റസൂൽ മനഃപ്പാഠമാക്കിക്കോ കൂട്ടരെ. റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ طاقة لنا به. ഇതാരാ പറയാതിരിക്കുക? പടച്ച റബ്ബേ, ഞങ്ങൾക്ക് താങ്ങാൻ കഴിയാത്തത് ഞങ്ങളിൽ ഏൽപ്പിക്കല്ല റഹ്മാനേ. റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, റഹ്മാനേ, പടച്ച റബ്ബേ. വലാ തുഹമ്മിൽനാ, ഞങ്ങളുടെ മേൽ നീ ഏറ്റിവെക്കല്ല, വഹിപ്പിക്കല്ല റബ്ബേ. മാലാ ത്വാഖത ലനാ ബിഹി, ഞങ്ങൾക്കത് താങ്ങാൻ കഴിയാത്തതാണെങ്കിൽ, താങ്ങാൻ കഴിയാത്തത് എന്റെ പുറത്ത് വെക്കല്ല റബ്ബേ എന്ന് ആരാ പറയാതിരിക്കുക? ആർക്കാ ഇത് പറയാൻ മോഹമില്ലാത്തത്? അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥിക്കണം. വഅഫു അന്നാ, എനിക്കൊരുപാട് തെറ്റ് വന്നിട്ടുണ്ട്, അഫ്വ് നൽകണം, വിട്ടുതരണം. വഗ്ഫിർ ലനാ, പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് പൊറുത്തു തരണം റബ്ബേ. വർഹംനാ, അതാണ് നിന്റെ കാരുണ്യം, അതുകൊണ്ട് ആ കാരുണ്യം ഞങ്ങൾക്ക് നൽകണേ. നിന്നോടിത് പറയാൻ എന്തെന്നല്ലേ റബ്ബേ കാരണം? അന്ത മൗലാന, നീയാണ് ഞങ്ങളുടെ രക്ഷാധികാരി. അതുകൊണ്ടാ നിന്നോടിത് പറയുന്നത്. അതുകൊണ്ട് രക്ഷാധികാരിയായ റബ്ബേ, ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, കാഫിറുകളായ, ഒന്നുകൂടെ ആഴത്തിൽ പറഞ്ഞാൽ ഇപ്പറഞ്ഞതിനെയെല്ലാം തള്ളിക്കറയുന്ന കാഫിറുകളിൽ നിന്ന് എന്നെ നീ സഹായിക്കണമേ എന്ന്. സഹോദരങ്ങളെ, ഖവാത്തീമുൽ ബഖറ മനപ്പാടാക്കൂലേ?